ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ മെയിൻ വിഭവമായ ചെറുപയർ പരിപ്പ് പായസമാണ്. വരൂ, നമുക്ക് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കാനായി വേണ്ട സാധനങ്ങൾ: ചെറുപയർ പരിപ്പ്, ശർക്കര, ഒന്നാം പാല്, രണ്ടാം പാല്, തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, നെയ്യ്. പാത്രം ചൂടാക്കി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം പരിപ്പാണ്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കിട്ട് കഴുകിയെടുക്കാം. ഇനി ഒരു ഉരുളിയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇടാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. ചെറുപയർ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അതിനെ നമുക്ക് കുറച്ച് നേരം നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ശർക്കര ചേർക്കാം. ശർക്കര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം. ഇതിൽ ഏലക്ക ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ. തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം.
നമ്മുടെ ടേസ്റ്റിയായ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് ഈ ചെറുപയർ പായസം ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.